ഈ പണം അക്കാമ്മ നിനക്ക് എന്തിനാ തന്നത്? അക്കാമ്മയുടെ മകനെ കാട്ടിക്കൊടുക്കാതിരിക്കാനാ. നീ കാട്ടിക്കൊടുക്കാതിരിക്കാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത്? അത് അക്കാമ്മയുടെ മകൻ രജി. അന്ന് സീതക്കുട്ടി കൊല്ലപ്പെട്ട ദിവസം രജിയും കൂട്ടുകാരും ഒരു കല്യാണം കഴിഞ്ഞ് എന്റെ കാറിൽ മടങ്ങി വരികയായിരുന്നു. അപ്പോ രാത്രി ഏകദേശം 7-7:30 മണിയായി കാണും. ഞാനില്ല, എനിക്ക് ഇതിപ്പോ ഞാൻ ഭയന്നുപോയി സാർ, വല്ലാതെ ഭയന്നുപോയി. ബോഡി മറവ് ചെയ്യാൻ അപ്പൊ എനിക്ക് തോന്നിയില്ല. വിവരം ഞാൻ സുഗണ സാറിനെ അറിയിച്ചു. സാർ അക്കാമ്മയെ അറിയിച്ചു. സാറ് പറഞ്ഞതനുസരിച്ച് ഡെഡ് ബോഡി കുളത്ത് കല്ല് കെട്ടി താത്തി. എന്തിനാ കോവിലത്തെ കുളത്തിൽ തന്നെ കൊണ്ടിട്ടത്? വേറെ ഇഷ്ടം പോലെ കുളങ്ങളുണ്ടല്ലോ ഈ രാജ്യത്ത്. അവിടെ തന്നെ ഇടാൻ പറഞ്ഞത് സുഗണ സാറാ. എന്തിന്? എങ്ങാനും കേസ് കുത്തി പൊക്കി വന്ന പോലീസും ജനവും തമ്പുരാനെ സംശയിക്കണം. പൗരസമിതി ഉണ്ടാക്കിയതും സുഗുണം പറഞ്ഞിട്ടാ? അതെ, തമ്പുരാനെതിരെ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി. ഈ അക്കാമ്മ ആരാ? അവരുടെ വീട് കോട്ടയത്താ. വിവാഹം കഴിഞ്ഞ് കുറെ കാലം ഭർത്താവിനോടൊപ്പം അമേരിക്കയിലായിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം ഹിന്ദിയിലേക്ക് മടങ്ങി. അയാള് ചത്തതോ അതോ അവള് കൊന്നതോ? ഇപ്പോ ഒരു കാര്യം കൂടെ വ്യക്തമായി. ശാലിനിയുടെ ചേച്ചിയുടെ ഭർത്താവ് മുരളി എങ്ങനെ അമേരിക്കയിലെത്തിയെന്ന്? അത് അക്കാമ്മയുടെ ഇൻഫ്ലുവൻസ് തന്നെ. അക്കാമ്മ ഇപ്പൊ നാട്ടിലെന്ത് ചെയ്യുന്നു? ഒരുപാട് ബിസിനസ് ഉണ്ട്, വലിയ കോടീശ്വരിയാ. ആ നിർഗുണനും അവളും തമ്മിൽ എന്താ ബന്ധം? അവൾ സുഗുണന്റെ കീപ്പോ അതോ അയാൾ അവളുടെ? അതൊന്നും എനിക്കറിയില്ല സാർ. പക്ഷെ അക്കാമ്മ പറഞ്ഞ സുഗണ സാർ എന്തും കേൾക്കും. ഓ രാജ, ഇവന്റെ ഇന്നൊരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചു വെച്ചേക്കും. സർ. അല്ല, ഇനി ഇവന്റെ ജീവന് നമ്മുടെ ജീവനേക്കാൾ വിലയുണ്ട്. ആ തീർച്ചയായും സർ. റെജിയും കൂട്ടുകാരും ഇപ്പൊ എവിടെയുണ്ട്? പറയാ സാർ.
നോ. ബിന്ദുവിനെ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ സർ? ഇനി അഥവാ കഴിഞ്ഞാലും ആ കേസ് റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ബിന്ദുവിനെ സാക്ഷിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവരെ കാണുമ്പോഴുള്ള പ്രതികളുടെ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു കൺഫർമേഷനാണ്. അവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ബിന്ദു നോർമൽ ആകാനും അത് സഹായിച്ചേക്കും. പ്ലീസ്. എന്താ കാണിക്കുന്നത്? തൽക്കാലം പ്രതികളുടെ കാര്യം രഹസ്യമായിരിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് അറസ്റ്റ് റെക്കോർഡ് ചെയ്താൽ മതി. സർ, ഒരു അറസ്റ്റ് കൊണ്ട് മാത്രം ഈ കേസ് അവസാനിക്കുന്നില്ല. ഇവരെ കോടതിയെ കൊണ്ട് ശിക്ഷിപ്പിക്കേണ്ട ബാധ്യത കൂടെ നമുക്കുണ്ട്. പ്രതിഭാഗം വക്കീൽ ജഗദീഷ് ടി നമ്പ്യാർ തന്നെ ആയിരിക്കും അല്ലേ സർ? ആവണമെന്നാണ് എന്റെ പ്രാർത്ഥന. അല്പമൊക്കെ വൈരാഗ്യമില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ദൈവങ്ങളായി പോവില്ലേ രാജാ? നമ്പ്യാര് 18 അടവ് എടുക്കും പ്രതികളെ രക്ഷിക്കാൻ. 19ാമത്തെ അടവ് എടുക്കട്ടെ. എന്തും ഫേസ് ചെയ്യാൻ ഞാൻ പ്രിപ്പയർഡാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സുഗണപാലനെ ഇപ്പോഴത്തെ പോസ്റ്റിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അയാൾ ആ പോസ്റ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോവില്ല. അതുകൊണ്ട് അറസ്റ്റ് റെക്കോർഡാക്കണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സുഗുണൻ സാറിനെ മാറ്റാന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ കാണണം. എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയാം. ഇതുവരെ ഞാൻ ഒരു കാര്യത്തിന് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിന് കണ്ടല്ലേ പറ്റൂ. വേറെ വഴിയില്ല. ഓക്കെ.
സുഗുണവാലപ്പൽ എഫിഷ്യന്റ് ആയ ഒരു പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ തന്നെ വേണം. ഒരു ഡ്രൈവർ മൊഴിയൊന്നും പോരാ. പിന്നെ ആരുടെ മൊഴിയാണെങ്കിൽ മാത്തുക്കുട്ടിച്ചാന് ബോധ്യാവും? തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മൊഴി ഉണ്ടാക്കുന്ന ഒരുപാട് ഓഫീസർമാർ ഇവിടെയുണ്ട്. ആ ലിസ്റ്റിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ എഫിഷ്യന്റ് ഓഫീസറും പെടും. ഒരു ഒറിജിനൽ ഐ വിറ്റ്നസിന്റെ മൊഴിയേക്കാൾ താങ്കൾക്ക് സ്വീകാര്യമായ മൊഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഓഫീസർ തന്റെ പോസ്റ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് അയാളുടെ യാതൊരു പേഴ്സണൽ ഗ്രഡ്ജും ഇല്ല. അത് പറഞ്ഞാൽ മനസ്സിലായില്ല പിന്നെ എന്നാ ചെയ്യാനാ? അനിയൻ കുഞ്ഞിന്റെ പൊസിഷൻ മനസ്സിലാവാഞ്ഞിട്ടാ. സസ്പെൻഡ് ചെയ്താൽ അയാൾ ട്രിബ്യൂണലിൽ പോകും. കൂടാതെ സസ്പെൻഷൻ ഫോഴ്സിന്റെ മൊത്തം മൊറയിലെ തന്നെ ബാധിക്കും. ഓ, മൊറയില് ഭരിച്ച് നിങ്ങളെല്ലാം കൂടെ തന്നെ അത് ഇല്ലാതാക്കിയില്ലേ? ഇതൊക്കെ വേറെ ആരോടെങ്കിലും പോയി പറയണ മാത്തുക്കുട്ടിച്ചായ. പ്ലാന്റർ കുരുവടിയുടെ മകൻ എന്നാ റബലായത്? തനിക്ക് എന്താ എല്ലാറ്റിനോട് ഇത്ര പുച്ഛം? എങ്ങനെ പുച്ഛിക്കാതിരിക്കും? തെരഞ്ഞെടുത്ത ഗവൺമെന്റ് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ. അവരെ ഗൈഡ് ചെയ്യുന്ന ബ്യൂറോക്രസി വിശ്വസിക്കാൻ വയ്യ. പിന്നെ ആകെ ഉള്ളത് ജുഡീഷ്യറിയാ. അതിന്റെ സംസ്കാരമെങ്കിലും കാത്തു സൂക്ഷിക്കുന്നൊരു മോഹമുണ്ട്. അതിനുവേണ്ടിയാണ് നിങ്ങളുടെയൊക്കെ പിന്നാലെ നടക്കുന്നത്. എനിക്ക് തർക്കിച്ചിരിക്കാൻ സമയമില്ല. മാത്തുക്കുട്ടിച്ചാനെ കൊണ്ട് വയ്യെങ്കിൽ പറ. ഈ നാട്ടിലൊരു ഹൈക്കോടതി ഉണ്ട്. അവർക്ക് ബോധ്യമാകാൻ ഈ തെളിവൊക്കെ മതി. ശരി സർ. ഓ, സസ്പെൻഷനിലെ ഉദ്യോഗസ്ഥനെ സല്യൂട്ട് ചെയ്യാൻ നമ്മുടെ പെരുമാറ്റത്തിൽ പറഞ്ഞിട്ടില്ല. എവിടാ നീയൊക്കെ പിടിച്ചോന്ന് പിള്ളേരെ? അവന്മാരെ ഇപ്പൊ ഇറക്കി വിടണം ഈ നിമിഷം. കോടതി ശിക്ഷിച്ച കേസ് റീഓപ്പൺ ചെയ്യാൻ പോകുന്നു. എങ്കിലേ എനിക്കൊന്ന് കാണണം. സർ, അവരിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഓ, സസ്പെൻഷൻ ആയ ഒരു ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിന് മറുപടി വരേണ്ട ആവശ്യമില്ല. സസ്പെൻഷനിലാണെങ്കിലും എന്റെ വില ഞാൻ കാണിച്ചു തരാടാ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെയൊക്കെ തൊപ്പി ഞാൻ തെറിപ്പിച്ചിരിക്കും. സാർ ഈ വിരട്ട് കണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. എന്തുവാടാ കൂടെ കൂടെ നീ അവരെ ചെവി കടിച്ചിരുന്നത്? വേറൊന്നുമല്ല, ഡയൻ സാറിന് ഇപ്പൊ ഭയങ്കര മാറ്റം. കുറേശ്ശെ തെറിയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സാറിന്റെ വർത്തമാനം കേട്ട് പെട്ടെന്ന് ചൂടായി വല്ല പട്ടി നാറി തെണ്ടി പട്ടി പൊലയാടി. അല്ല, അങ്ങനെ വല്ല സാറിന്റെ മുഖത്ത് നോക്കി വിളിച്ചാൽ അത് സാറിന് മോശമാവില്ല എന്ന് ഞാനിവിടെ ചെവി പറയായിരുന്നു. ഓഹോ, എല്ലാ ഏർപ്പകളും ചേർന്ന് എനിക്കിട്ട് ഭാരമൊക്കെ ഇറങ്ങിയിരിക്കാണല്ലേ? നീയൊക്കെ എണ്ണിയിരുന്നോടാ മോയിന്റെ മക്കളെ. ഹലോ സുഗുണപാലൻ സാറേ, പിന്നെ ഒരു കാര്യം, വീട്ടിൽ ഈ ഭാര്യയും പിള്ളേരൊക്കെ വിളിക്കുന്ന പോലെ ഞങ്ങളെ വിളിച്ചാലേ എപ്പോഴും സഹിച്ചെന്ന് വരില്ല. ഓഫീസർ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ മറക്കും. ഓ, താനെന്ത് തോന്നിയ വിളിച്ചു പറയുന്നത്? സാറിന് ചുമ്മാ ഇരിക്കും സാറേ. ഇവനൊക്കെ കൈയോടെ കൊടുത്തില്ലല്ലേ ശരിയാവത്തില്ല.